ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാഥം എന്ന ശുശ്രൂഷയുടെ 45-ാമത്തെ സെക്ഷൻ കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുനാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വചനം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യമാണ്. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഇവിടെ കൃപ ലഭിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം എന്താ പറയുന്നത്? ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദിവസങ്ങളിൽ എന്തെല്ലാം നേട്ടങ്ങൾ കുയ്യുന്നവരാണെങ്കിലും, ഏതെല്ലാം പദവിയിലെത്തിച്ചേർന്നവരാണെങ്കിലും, നമ്മളുടെ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചാൽ ഓർക്കേണ്ട കാര്യം, നമ്മളാകുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ കൃപയാൽ. ഒരിക്കലും ഈ സ്ഥാനങ്ങളിൽ വരുവാനോ, ഈ വചനമെടുത്ത് പ്രസംഗിക്കുവാനോ, ഈ പരിശുദ്ധനായ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനോ ഒന്നും യോഗ്യത ഉള്ളവരല്ലായിരുന്നു നമ്മൾ ആരും എന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാണ്ടിരിക്കാൻ കഴിയുള്ളൂ, അല്ലേ? നാം ദിവസം എങ്ങനെയാണ്? നമ്മുടെ ഗുണം കൊണ്ടൊന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയാലാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറ്റൊരാൾ വന്നതും അപ്രകാരമാണ്, എനിക്കും അവനും പ്രശംസിക്കാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കും. നാം വന്നത് കരുണയാലെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അപ്പോൾ കൃപ ലഭിച്ചവൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, കൃപ ലഭിച്ച കൃപ എന്തായാലും വ്യർത്ഥമാക്കരുത്, അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. മറ്റൊരു സാക്ഷ്യം കൊണ്ടോ, എൻ്റെ ദേശത്ത്, എൻ്റെ സഭയിൽ, എൻ്റെ ചുറ്റുപാടുകളിൽ ദൈവകൃപ ലഭിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരേക്കാളും ഞാൻ അത്യന്തം ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യവ്യാപ്തിക്കായി അധ്വാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ തലമുറയിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു, നമ്മുടെ കരുണ കാണിച്ചുകൊണ്ട്. അങ്ങനെ കരുണ കാണിച്ചമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ലഭിച്ച കൃപ വ്യക്തമാക്കാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്കായി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? ഞായറാഴ്ച 2-3 മണിക്കൂർ അവിടെ പോയിരുന്ന് ആരെങ്കിലും പാടുന്ന പാട്ടിൻ്റെ കൂടെ പാടി, ആരെങ്കിലും പ്രസംഗിച്ച 2 പ്രസംഗത്തിന് ആമേനും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് പോരുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്കായി എന്ത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാന വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്, ദൈവനാമത്തിന് വേണ്ടിയും ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഉത്സാഹിക്കുന്ന ആളുകളുണ്ട്, കർത്താവിനെ വേലക്കാരെ സഹായിക്കുന്നവരുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, വചനം പഠിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെ പല നിലകളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പൊതുവിൽ ചോദ്യം ചോദിക്കുക, എന്താണ് ചെയ്തിട്ടുള്ളത്? നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും, എനിക്ക് ലഭിച്ച കൃപ ഞാൻ വ്യർത്ഥമാക്കിയിട്ടില്ല എന്നും, എൻ്റെ സമൂഹത്തിൽ ചുറ്റുപാടുള്ളവരെക്കാൾ എല്ലാവരേക്കാളും കൂടുതലായിട്ടും കർത്താവിനോട് അധ്വാനിക്കുന്നു എന്നും പറയാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെയാണ് നമുക്കൊരു തീരുമാനത്തിലേക്കും സമർപ്പണത്തിലേക്ക് നാം വരേണ്ടത്. ഇനി കൃപ എന്ന് പറയുന്നത് എന്താണ്? അർഹതയില്ലാത്ത സ്ഥാനത്ത്, അല്ലേ, അളവ് കൂടാതെ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് അളവ് കൂടാതെ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ കരുണയാണ് കൃപ. അങ്ങനെയെങ്കിൽ
നമുക്ക് ആ കൃപ ലഭിച്ചതിനെ ഓർത്ത് നന്ദിയോട് ഇത് സ്തുതിപ്പാൻ കഴിയണം. എന്താ കാരണം? ഇത് നമ്മൾ അർഹരല്ലായിരുന്നു. ഇന്ന് നമ്മൾ ഈ വഹിക്കുന്ന പദവിക്കും നമ്മൾ അർഹരല്ലായിരുന്നു. നമ്മളിന്ന് പ്രാപിച്ചിരുന്ന ഈ അനുഗ്രഹത്തിന് നമ്മൾ അർഹരല്ലായിരുന്നു. ഇന്ന് നമുക്ക് വേദികളുണ്ട്, നമ്മളെ ശുശ്രൂഷിപ്പാൻ ആളുകളുണ്ട്, ബഹുമാനിക്കാൻ ആളുകളുണ്ട്, സ്നേഹിപ്പാൻ ആളുകളുണ്ട്, നമുക്ക് വേണ്ടി കരുതുവാൻ പ്രാർത്ഥിക്കാൻ ആളുകളുണ്ട്. ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ നന്മകളെല്ലാം അനുഭവിക്കും. ഓർക്കണം, ഇതൊന്നും ഞാൻ യോഗ്യനല്ലായിരുന്നു, ഞാൻ യോഗ്യയല്ലായിരുന്നു. കർത്താവിനോട് കരുണ കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ദിവസം ചെല്ലുമ്പോൾ ഒരു വിനയവും ഒരു നന്ദിയും ഉണ്ടായിരിക്കണം. റോമൻ 11:5-6 ദൈവം കൃപയാൽ നമ്മെ തിരഞ്ഞെടുത്തു, അതിൻ്റെ കാരണം പ്രവൃത്തികളല്ല. കണ്ടോ, പ്രവൃത്തി നോക്കിയിട്ടൊന്നല്ല നമ്മൾ തിരഞ്ഞെടുത്തത്. പ്രവൃത്തി നോക്കിയാൽ പലരെയും പണ്ടേ ഉപേക്ഷിക്കേണ്ടതാ. ദൈവം ചെയ്തു, കൃപയാൽ നമ്മെ തിരഞ്ഞെടുത്തു. അവർ ഓർമ്മ നമ്മെ എപ്പോഴും ഭരിക്കണം. 1 കൊരിന്ത്യർ 1:4-7 പഠിക്കുമ്പോൾ കാണുന്നത്, നമുക്കുള്ളതെല്ലാം ദൈവത്താൽ ലഭിച്ചതാണ്. അതിനാൽ വ്യക്തിപരമായ ഒരു പ്രശംസ പാടില്ല, മറിച്ച് നന്മകൾക്കായി നമ്മൾ സ്തോത്രം ചെയ്യണം. 2 കൊരിന്ത്യർ 3:5 പറയുന്നു, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം മാത്രമേ. എന്ത് കഴിവുണ്ടെങ്കിലും എത്ര താലെന്നുണ്ടെങ്കിലും ഓർത്തുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ കഴിവുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. നിഗളിക്കാനൊന്നുമില്ലെന്ന് അർത്ഥം. എന്ത് താഴ്ന്നുള്ള നല്ല കാര്യമാണ്. താഴ്ന്നുള്ളൊക്കെ നല്ല വ്യാപാരം ചെയ്യുക, ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യ വ്യാപ്തിക്ക് വ്യാപാരം ചെയ്യണം, നല്ല കാര്യമാണ്. 2 താലന്ത് കിട്ടുവാൻ 2 കൂടെ നേടി, 5 താലന്ത് കിട്ടുവാൻ 5 കൂടെ നേടി, 1 താലന്ത് കിട്ടുവാൻ കുഴിച്ചിട്ടു. അങ്ങനെ കുഴിച്ചിട്ടരുത്. അവിടെ കൃപയുണ്ടെങ്കിൽ പാടണം, പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രസംഗിക്കണം, പ്രാർത്ഥിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. നമുക്ക് എങ്ങനെയാണോ ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യ വ്യാപ്തിക്കായിട്ട് എന്ത് താലന്ത കിട്ടിയത് അത് വ്യാപാരം ചെയ്യുക. ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തിക്ക് അനുസരിച്ച് കിട്ടിയതൊക്കെ വ്യാപാരം ചെയ്തോണം. പക്ഷെ നിങ്ങളിക്കരുതെന്നാണ് പറഞ്ഞത്. നിങ്ങളിക്കരുത്. 4 സ്റ്റേജ് കിട്ടിയാൽ, 4 കൈയ്യടി കിട്ടിയാൽ ഒന്നും നിങ്ങളിക്കരുത്. ദൈവം ദാനമാണ്. ഈ കൃപ ലഭിക്കുന്നത് ആർക്കാ? വചനം പറയുമ്പോൾ ദിവസത്തിൽ എളിമയുള്ളവർക്കും താഴ്മയുള്ളവർക്കും കാണാൻ കഴിയുന്നുണ്ട്. സദൃശവാക്യം 3:34 1 പത്രോസ് 5:5 പഠിക്കുമ്പോൾ താഴ്മയും സൗമ്യതയും ഉള്ളവർക്ക് കൃപ ലഭിക്കുന്നത് കാണാൻ കഴിയുന്നു. കൃപ ലഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ റോമർ 1:5-6 യേശു ക്രിസ്തുവിൽ നിന്നും കൃപ പ്രാപിച്ചു കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 1:16-17 പഠിക്കുമ്പോൾ യേശുവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചു കാണാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണം മോശ മുഖാന്തരവും കൃപ യേശു മൂലവും നമുക്ക് കാണാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 1:3 പഠിക്കുമ്പോൾ പിതാവായ ദൈവത്തിൽ നമുക്ക് കൃപ ലഭിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃപ ലഭിച്ചിരിക്കുക. പൗലോസ് പറഞ്ഞു, എങ്കിലും ഞാൻ ആകുന്ന ദൈവകൃപയിലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അപ്പോൾ നമുക്ക് ലഭിച്ച കൃപയും വ്യർത്ഥമാക്കാതിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ പാലിച്ചെങ്കിലേ നമുക്ക് ഈ ലഭിച്ച കൃപ വ്യർത്ഥമാക്കാതെ നേടുവാൻ കഴിയുള്ളൂ. 2 തിമോഥെയോസ് 2:1 പറയും, ലഭിച്ച കൃപയിൽ നിങ്ങൾ ശക്തിപ്പെടണം. ഉത്തരവാദിത്തം എന്നാണ്, കൃപയിൽ ശക്തിപ്പെടണം. കൃപയിൽ ശക്തിപ്പെടണം. കാരണം അതിജീവിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികളെ വാരി ഇവിടെ മുന്നിലേക്ക് ഇടുവാനായിട്ട് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ
അതിനെ ജയമെടുക്കാൻ എനിക്ക് ലഭിച്ച കൃപ ഉപയോഗിക്കണം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു അലക്കുകാരന് ഒരു കഴുത ഉണ്ടായിരുന്നു. ദീർഘവർഷങ്ങൾ ഈ അലക്കുകാരന് ഈ കഴുത സേവിച്ചു. എന്നാൽ കുറച്ച് മുമ്പ് കഴുത പ്രായോഗികമായി ക്ഷീണിതനായി കഴിഞ്ഞപ്പോൾ ഈ അലക്കുകാരനെ കഴുതയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ഇയാൾ ജീവനോടെ അതിനെ മൂടുവാൻ വേണ്ടി കരയിൽ നിന്ന് മണ്ണ് വെട്ടിയിടുകയാണ്. ഓരോ തൂമ്പോ മണ്ണും ഈ കഴുതയുടെ മേളിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുക. വേദനയും നിരാശയും സങ്കടമൊക്കെ കഴുതയും ഭരിച്ചിട്ടുണ്ടാകാം. പക്ഷെ സംഭവിച്ചത് ഓരോ തുമ്പ മണ്ണും ഈ കഴുതയുടെ ദേഹത്ത് വീഴുമ്പോൾ കഴുത ഒന്ന് കുടഞ്ഞ് ആ മണ്ണിൻ്റെ മുകളിൽ കൈവയ്ക്കും. അങ്ങനെ കുറേ മണ്ണ് ഈ അലങ്കാരം വെട്ടി ഈ കുഴിയിലേക്ക് ഇട്ടപ്പോഴത്തേക്കും കഴുതയ്ക്ക് വെളിയിൽ വരുവാൻ കഴിഞ്ഞു. നിലത്ത് തൻ്റെ ദേഹത്ത് വീണ മണ്ണ് തന്നെ മൂടിക്കളയുന്നതിന് പകരം ആ മണ്ണുകൾ ചവിട്ടി അവൻ വെളിയിൽ വന്നു. അപ്പോൾ സാഹചര്യങ്ങൾ നമ്മെ മനസ്സ് പഠിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തി സ്വീകരിപ്പണോട് പറയണം. കൊലോസ്യർ 4:6 വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. പലപ്പോഴും ദൈവമക്കൾ എന്ന് പറഞ്ഞ ആളുകളുടെയൊക്കെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമായിരിക്കും. വാക്കുകൾ നമുക്ക് കൃപയോട് കൂടിയായിരിക്കണം. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കണം. മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകണം, ആശ്വാസമാകണം, സമാധാനവും സന്തോഷവും നൽകുന്നതായിരിക്കും നമ്മുടെ വാക്കുകൾ. വാക്കുകൾ കൃപയോട് കൂടിയായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 13:43 കൃപയിൽ നിലനിൽക്കുവാൻ കഴിയണം. ചിലർ അല്പസമയ കൃപയിലുണ്ടാവും, പിന്നെ അവരെ കാണത്തില്ല. അതല്ല അങ്ങനെ പറഞ്ഞ കൃപയിൽ നിലനിൽക്കുവാൻ കഴിയണം. അപ്പോസ്തലപ്രവൃത്തി 20:24 നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കണം. കൃപയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം പറയണം. 2 കൊരിന്ത്യർ 4:15 നിങ്ങൾ കൃപയിൽ പെരുകണം. അപ്പോൾ കൃപയുണ്ടായ പോരാ, നിലനിന്നാൽ പോരാ, ഒരു വർധനവും കൂടെ നമുക്കുണ്ടാവണം. 1 പത്രോസ് 1:13 യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, സങ്കടപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ ഭൂമിയിലുണ്ടാവും. എന്നാൽ നമ്മൾ നീണം കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വരുമ്പോൾ നമ്മൾ കണ്ണുനീരെല്ലാം തുടച്ചുള്ളത് പ്രത്യാശയോടുകൂടി അവൻ്റെ വരുമെങ്കിൽ പ്രത്യാശ വയ്ക്കേണ്ടതായിത്തീരണം. 3 4:10 ദൈവകൃപയുടെ നല്ല വിചാരകന്മാരായി, ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. അടുത്ത കാര്യം എന്താണ്? ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷ. നമുക്ക് ലഭിച്ച കൃപ എന്തിനു വേണ്ടിയിട്ടാണ്? അന്യോന്യം ശുശ്രൂഷിപ്പാനുള്ളതാണ്. എന്തെങ്കിലും കൃപയോ താലന്തോ വരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ദ്രവ്യസമ്പാദനം എന്നുള്ളതായിരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ആ ലഭിച്ച കൃപ നീ അന്യോന്യം ശുശ്രൂഷിപ്പാനിടയായി തീരണം. നിൻ്റെയൊക്കെ പ്രസംഗം കൃപയുണ്ടെങ്കിൽ നീ ആ പ്രസംഗം മറ്റുള്ളവരുടെ ആശ്വാസനായി, വിടുതലിനായി, രക്ഷയ്ക്കായി ആ താലന്ത് ഉപയോഗിക്കുക. പാടുവാൻ നിനക്ക് കൃപയുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ വിടുതലിനായി, ആശ്വാസനായി പാടുവാൻ ഉത്സാഹിക്കുക. പ്രവചിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ എന്താണ് ലഭിച്ച കൃപ അത് മറ്റുള്ളവരുടെ ആശ്വാസനായി വിനിയോഗിക്കാൻ കർത്താവ് സഹായിക്കുമാറാട്ടെ. ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. 2 കൊരിന്ത്യർ 6:1 ലഭിച്ച കൃപ നിങ്ങൾ എന്ത് ചെയ്യരുത്? വ്യർത്ഥമാക്കരുത്. നിങ്ങളും കഴിയുന്നുണ്ട്. 2 Pet 3:18 പറയുന്നത് കൃപയിൽ വളരണം എന്നുള്ളതാണ്. കൃപയിൽ വളരണം. ഈ സന്ദർഭത്തിൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മിൽ നിന്ന് പരിശോധിക്കാം. കൃപയിൽ പെരുകുവാൻ കഴിയുന്നുണ്ടോ? കൃപയിൽ വളരുവാൻ കഴിയുന്നുണ്ടോ? എനിക്ക് ലഭിച്ച കൃപയിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷിപ്പാനും കഴിയുന്നുണ്ടോ? എനിക്കിതിൻ്റെ ഗൃഹവിചാരകനായിട്ട് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ?
കൃപയിൽ നിനക്ക് നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ? നീ കൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയാൻ കഴിയുന്നുണ്ടോ? ഇതിൽ ശക്തിപ്പെടുവാൻ കഴിയുന്നുണ്ടോ? കൃപയിൽ വെച്ചുവിലെ വാക്ക് പ്രകാരമാണ്. ശാന്തമായി ഒന്ന് പരിശോധിച്ച് അതിൽ നിലകളിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് വിവിധ തീരുമാനത്തിൽ ദൈവത്തെ സേവിപ്പാനായി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സമയത്തിനായ നന്ദിയുള്ള സ്തോത്രം ചെയ്യുന്നു. തന്ന സെക്ഷനായ സ്തോത്രം നമ്മൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. എങ്കിൽ ലഭിച്ച കൃപ വ്യർത്ഥമാക്കാതെ കർത്താവെ കൃപയിൽ ബലപ്പെടുവാൻ, വളരുവാൻ, നിലനിൽക്കുവാൻ, കർത്താവിന് നല്ല ഗൃഹവിചാരന്മാരായി അന്യം ശുശ്രൂഷിപ്പാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാൾക്ക് നാൾ നിൽക്കുമേൽ കൃപയിൽ ശക്തിപ്പെട്ട് തിരുനാമത്തിന് വേണ്ടി ദൃഢജീവ്യാപ്തിക്ക് നിലവിളുവാൻ ഞങ്ങളെല്ലാവരും കർത്താവ് സഹായിച്ചാട്ടെ. സമൂഹത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ശേഷാൽ ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സന്ദർശനങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്, അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവ്യാത്മക ഹൃദയമായി സംസാരിക്കണമേ. പ്രാർത്ഥന സ്തോത്രം ഈശ്വര നാമത്തിന് ആമേൻ. ക്ഷമയോടെ സന്ദർശനത്തോടെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു താമസം അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കുവാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറയുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.